തിരുവനന്തപുരത്ത് അച്ഛനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിലായിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സുധീഷാണ് പിടിയിലായത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അനന്തൻ, ഈ മുഖ്യപ്രതി എവിടെ നിന്നാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്? എന്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമാകുന്നത്? പ്രജീഷ്, മുഖ്യപ്രതി സുധീഷിനെ കുമ്മിൾ ഭാഗത്ത് നിന്ന്, അതായത് ഇയാൾ കീഴടങ്ങുകയായിരുന്നു ചിത്ര പോലീസ് സ്റ്റേഷനിൽ. ചിത്ര പോലീസ് പിന്നീട് കിളിമാനൂർ പോലീസിനെ ഇയാളെ കൈമാറി. ഇവരെല്ലാം ഈ കുമ്മിൾ മേഖലയിൽ അവിടെ ഒരു പാറ ഉണ്ട്, ആ പാറയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇന്നലെ ഈ സുധീഷ് അവിടെ ഒരു തട്ടുകടയിൽ, കുമ്മിളിൽ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായി വന്നു. അപ്പോൾ ആ തട്ടുകടക്കാരൻ ഇയാളെ തിരിച്ചറിഞ്ഞു. അപ്പോൾ പിടിക്കപ്പെടുന്നതായപ്പോൾ ഇയാൾ ഒളിവിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് രാവിലെയോടെ ഈ കേസിലെ മറ്റ് 3 പ്രതികളും ആരോമൽ, ലാൽകൃഷ്ണൻ, അതുപോലെ അരുൺ, ഈ 3 പേരും കീഴടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധീഷും ഉച്ചയോടെ കീഴടങ്ങിയത്. ഏതാണ്ട് ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറിയത്. അതുമായി ബന്ധപ്പെട്ട് സുധീഷ് നൽകിയിരിക്കുന്ന മൊഴി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ കൂടി പോലീസ് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ അനിൽകുമാർ, ആറ്റിങ്ങൽ സ്വദേശി അനിൽകുമാറിൻ്റെ മകളോട് ഇയാൾക്ക് ഇഷ്ടമായിരുന്നു സുധീഷിന്. അപ്പോൾ അവരെ വിവാഹം ചെയ്യണമെന്നുള്ളൊരു താല്പര്യം അറിയിച്ചു. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. ഇതിൻ്റെ ആയിട്ടാണ് സുധീഷ് ഈ കൂട്ടുകാരുമായി ചേർന്നൊരു വലിയ ആസൂത്രണം നടത്തിയത്. അങ്ങനെയാണ് അനിൽകുമാറിനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. അവിടേക്ക് അനിൽകുമാറിൻ്റെ ഭാര്യയും മകളെയും കൂടെ വിളിച്ചു വരുത്തി തടവിൽ പാർപ്പിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. പക്ഷേ അത്രത്തോളം പോയില്ല. അതിനു മുമ്പേ പോലീസ് വിവരം അറിയുകയും അയിരൂർ പോലീസ് എത്തി ഇവരെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇവർ ഒളിവിൽ പോവുകയും ചെയ്തത്. അപ്പോൾ ഈ അനിൽകുമാറിനെയൊക്കെ തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച സ്ഥലമെന്ന് പറയുന്നത് കിളിമാനൂരിലെ ഒരു പണിതീരാത്ത വീടാണ്. ആ വീട്ടിൽ ഒരു മുറി, ഈ സംഘം ആ മുറിയിൽ വലിയ പദ്ധതിയാണ് ഒരുക്കിയിരുന്നത്. അവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത് സൗണ്ട് പ്രൂഫ് ആക്കി. അതിനുശേഷം ഈ മുറിക്ക് താഴെ ഒരു തുരങ്കം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ തുരങ്കത്തിലേക്ക് ഈ കുടുംബത്തെ മാറ്റി അവിടെ തടവിൽ പാർപ്പിക്കാനായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഒരു ശബ്ദമൊന്നും വരില്ല, അങ്ങനെ അവരെ പാർപ്പിക്കാം എന്നുള്ളതായിരുന്നു. ഇവരെ ഭയപ്പെടുത്തി അയാളുടെ താല്പര്യം നടപ്പാക്കാം എന്നുള്ളതായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ അതെല്ലാം പാളിപ്പോയാനുള്ള കാരണം, ആദ്യം അച്ഛനെ, അനിൽകുമാറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. അതിനുശേഷം മകനെ, അച്ചുവിനെ വിളിച്ചു വരുത്തിയ ശേഷം ഈ അച്ചുവിനെ കൊണ്ട് അമ്മയും മകളെയും വിളിച്ചു വരുത്താനായിരുന്നു പദ്ധതി. അതിനുവേണ്ടി ഇയാളെ വിട്ടയച്ചു. പക്ഷേ അച്ചു നേരെ അരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് എത്തിയത്. അപ്പോഴേക്കും ഇവർ രക്ഷപ്പെട്ടു. ഈ സുധീഷ് ഈ കൃത്യത്തിന് ശേഷം പളനിയിൽ പോയി തലമുണ്ടനം ചെയ്തു, തിരിച്ചറിയാതിരിക്കാൻ. അതിനുശേഷം ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയ ശേഷമാണ് കുമ്മിളിലേക്ക് തിരിച്ചെത്തിയത്. ഇന്നലെ മുതൽ ഈ സംഘം കുമ്മിളിലുണ്ട് എന്ന വിവരം ലഭിച്ചപ്പോൾ പോലീസ് അവിടെ മുഴുവൻ പരിശോധന നടത്തി. മാത്രമല്ല നാട്ടുകാരുടെ വലിയ പിന്തുണയും പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും ഇവർക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് സുധീഷും സംഘവും ഒക്കെ അങ്ങ് കീഴടങ്ങാൻ തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കീഴടങ്ങൽ നടന്നത്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയാണ് ഇവർ ലക്ഷ്യമിടുകയും മർദ്ദനത്തിലേക്ക് ഒക്കെയുള്ള നടപടികൾ കൊണ്ടുപോവുകയും ചെയ്ത് കേസിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതിലേക്ക് കുമ്പിളിലുള്ള സുധീഷ്, ആരോമല്, ലാൽകൃഷ്ണ, അരുൺ, ഈ 4 പേരാണ്. ഈ സംഭവത്തിന് ശേഷം അവർ ഇവിടുന്ന് ഒളിവിൽ പോവുകയുണ്ടായി. അവരുപയോഗിച്ചിരുന്ന ബൈക്ക് ഉപേക്ഷിച്ചു, മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചു, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡുകളും ഉപേക്ഷിച്ചാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അതിനുശേഷം കുറേ ദിവസങ്ങളായി പോലീസ്, ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീമുകളുണ്ടാക്കി. കിളിമാനൂർ CI, SI ഓസ്റ്റിൻ, നഗരൂർ SI രഞ്ജിത്ത് അടക്കം DVSP ഓഫീസിലുള്ള ഓഫീസർമാരടക്കം നിരവധി ആളുകളെ ഉൾപ്പെടുത്തി ടീമുണ്ടാക്കി. ആ ടീമിൻ്റെ നേതൃത്വത്തിൽ കുറേ ദിവസങ്ങളായി ഉറക്കളച്ചിരുന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ വെളുപ്പിനെ പ്രതികൾ 3 പേരെ ആദ്യം പിടിക്കാൻ കഴിഞ്ഞു. അടുത്ത ആളിനെ അല്പം മുമ്പ് പിടിക്കാൻ കഴിഞ്ഞു.